NIOS ഒക്ടോബർ 2023 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സ് വിജയകരമായി ആരംഭിച്ചിരിക്കുന്നു. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായി കോൺടാക്ട് 7561009757. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ NIOS ഒക്ടോബർ 2023 പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുടെയൊക്കെ പ്രാക്ടിക്കൽ പരീക്ഷ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാക്ടിക്കൽ പരീക്ഷയിൽ എക്സാം എഴുതിയ കുട്ടികളുടെയൊക്കെ മാർക്ക് ഇപ്പൊ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ അസസ്മെന്റ് മാർക്കുകളൊക്കെ നോക്കാനുള്ള ഓപ്ഷൻ ഗവൺമെന്റ് NIOS ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കൊക്കെ ഇപ്പൊ തന്നെ നോക്കിയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ മാർക്ക് മാത്രം നോക്കിയാൽ മതിയോ? ഇതൊക്കെ ജയിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയണ്ടേ? അതാണ് ഏറ്റവും വലിയ കൺസേൺ. മാർക്ക് നോക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ അസസ്മെന്റ് മാർക്ക് എങ്ങനെ നോക്കാം, മാത്രമല്ല നമ്മൾ വിജയിച്ചോ എന്നുള്ളത് നോക്കാം. എങ്ങനെയാണ് ഇതിന്റെ മാർക്ക് അവർ കൺസിഡർ ചെയ്യുന്നത്, മാർക്ക് എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ട് ഇടുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കാൻ പോവാണ്. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം, NIOS എക്സാമിൽ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് 100 മാർക്കിന് എഴുത്തു പരീക്ഷ, അതിന് 80 മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്ത് അതിന്റെ കൂടെ ഇന്റേണൽ അസസ്മെന്റ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ അസൈൻമെന്റ് മാർക്ക് 20 മാർക്ക് ആഡ് ചെയ്തിട്ടാണ് ഫൈനലി നമുക്ക് 100ക്ക് 33% അഗ്രിഗേറ്റ് മാർക്കോട് കൂടി നമ്മൾ വിജയിക്കുന്നത്. ഓക്കെ, ഇനി പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു അസൈൻമെന്റ് 20 മാർക്കിൽ താഴെയാണ്, 16, 8, 6 ആ റേഞ്ചിലാണ് മാർക്ക് വരിക. നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോ കാണാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ചെക്ക് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ TMAയുടെ മാർക്ക് എങ്ങനെയാണ് വരിക, അതിന് മിനിമം എത്ര പാസ് മാർക്ക് വേണം എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. സോ ആ ഒരു വീഡിയോ കൂടി മക്കളെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് തീർച്ചയായിട്ടും കണ്ടിരിക്കുക. അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ പ്രാക്ടിക്കൽ മാർക്കും അസസ്മെന്റ് മാർക്ക്, അസൈൻമെന്റ് മാർക്ക് എല്ലാം കൂടെ നമ്മൾ എത്ര മാർക്ക് മിനിമം എടുക്കണം പാസ്സാവാൻ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണ കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു TMA മാർക്ക് നിങ്ങൾക്ക് അറിയാം എത്രയാണ് വന്നതെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് തിയറി എക്സാമിന്റെ കൂടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചെയ്ത കുട്ടികൾ, അതായത് നമ്മുടെ 10ാം ക്ലാസ്സിൽ മാത്തമാറ്റിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഹോം സയൻസ്, അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഒക്കെ പോലുള്ള വിഷയങ്ങൾ, +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ദെൻ കമ്പ്യൂട്ടർ സയൻസ്, ജോഗ്രഫി ഒക്കെ പോലുള്ള വിഷയങ്ങൾക്കാണ് നമുക്ക് പ്രാക്ടിക്കൽ വരുന്നത്. നിങ്ങൾക്കറിയാം പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങളാണെങ്കിൽ തിയറിയിലേറെ ഇമ്പോർട്ടന്റ് പ്രാക്ടിക്കലിനുണ്ട്. അത് 10ാം ക്ലാസ് ആണെങ്കിലും ശരി, +2 ആണെങ്കിലും ശരി, തിയറിയിലേറെ ഇമ്പോർട്ടന്റ് നമ്മുടെ പ്രാക്ടിക്കൽ സബ്ജക്ട്സിന് വരുന്നുണ്ട്. അപ്പൊ തിയറി എത്രത്തോളം നമ്മൾ പഠിക്കുന്നു അത്രത്തോളം ഇമ്പോർട്ടൻസ് പ്രാക്ടിക്കലിനും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലിൽ നമ്മൾ ജയിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് തിയറിക്കും അതിനനുസരിച്ച്, +2 ആണെങ്കിൽ നമുക്ക് തിയറിയുടെ മാർക്കും പ്രാക്ടിക്കലിന്റെ മാർക്കും വേറെയാണ്, ഡിഫറെന്റ് ആണ്. സോ ഒന്നിൽ ജയിച്ചിട്ടില്ലെങ്കിലും ആ ഒരു സബ്ജക്ട് മാത്രമേ തോൽക്കുള്ളൂ. പ്രാക്ടിക്കൽ ജയിച്ച് തിയറി തോറ്റു കഴിഞ്ഞാൽ തിയറി മാത്രം എഴുതിയാൽ മതി. ഇനി പ്രാക്ടിക്കൽ തോറ്റ് തിയറി ജയിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ മാത്രം എഴുതിയാൽ മതി. അങ്ങനെ നമുക്കൊരു ഓപ്ഷന് +2 ഉണ്ട്. എന്നാൽ 10ാം ക്ലാസ്സിൽ അങ്ങനെയല്ല, നമ്മുടെ തിയറിയും പ്രാക്ടിക്കലും ഒരൊറ്റ മാർക്കായിട്ടാണ് വരിക. സോ അത് രണ്ടും പാസ്സാവൽ നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ മാർക്കുകളൊക്കെ ചെക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് മക്കളെ, എങ്ങനെയാണ് നമ്മുടെ അസസ്മെന്റ് മാർക്ക് നമ്മൾക്ക് നോക്കുക, അതായത് എനിക്ക് എത്ര മാർക്കാണ് പ്രാക്ടിക്കലിന് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ NIOSന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ ഡാഷ്ബോർഡിൽ നിങ്ങളുടെ എക്സാമിനേഷൻ ആൻഡ് റിസൾട്ട് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമുക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റും. അസസ്മെന്റ് താഴെ കാണാൻ പറ്റും. സോ അസസ്മെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഈ ഒരു ഐക്കൺ ഓപ്പൺ ആവും. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ, നിങ്ങളുടെ 090 ഒക്കെ പോലുള്ള നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ അതേപോലെ തെറ്റാതെ ടൈപ്പ് ചെയ്ത് അതിന് താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതുപോലെ ടൈപ്പ് ചെയ്ത് അതിന് താഴെ നിങ്ങൾക്ക് ഫോർമാറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് 2 സെക്ഷൻ കാണാൻ പറ്റും. അതിൽ ഫോർമാറ്റീവ് അസസ്മെന്റിൽ മാർക്കല്ല, നമ്മുടെ സമ്മേറ്റീവ് അസസ്മെന്റ് മാർക്കാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ മാർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ നിങ്ങളുടെ സമ്മേറ്റീവ് അസസ്മെന്റ് മാർക്ക് നിങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ സമ്മേറ്റീവ് അസസ്മെന്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. ആ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേജ് ഓപ്പൺ ആണ്. സോ അതിൽ നിങ്ങൾ എഴുതിയെടുത്ത സബ്ജക്ട്സ്, ഇപ്പോൾ സയൻസ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ പേപ്പേഴ്സിന്റെ മാർക്ക് നമുക്കവിടെ കാണാൻ സാധിക്കും. 9, 9, 17 ഒക്കെ പോലെ മാർക്ക് കാണുമ്പോൾ അയ്യോ ഞാൻ ജയിച്ചോ തോറ്റോ എന്നുള്ള കൺഫ്യൂഷൻ ആണ് കുട്ടികൾക്ക് വരിക. സോ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് എടുത്ത് നോക്കുക. ആ മാർക്കൊക്കെ വ്യക്തമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നമുക്കിത് ജയിച്ചോ തോറ്റോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ മാർക്ക് നിങ്ങളോട് എടുത്തു വെക്കാൻ പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ അസസ്മെന്റ് മാർക്ക് ചെക്ക് ചെയ്യുക. അപ്പോൾ അസസ്മെന്റ് മാർക്ക് ഇതുവരെ എടുക്കാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് എടുക്കാം. അത് എങ്ങനെ എടുക്കുക എന്നുള്ളത് ഞാൻ അവിടെ കാണിച്ചു തന്നു. സോ മാത്രമല്ല ഇത് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ വെബ്സൈറ്റിലോട്ട് ലോഡ് ആവും. സോ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും നമുക്ക് ഈ എൻറോൾമെന്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നമ്മുടെ അസസ്മെന്റ് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിസൾട്ട് കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ റിസൾട്ട് എടുത്ത് എഴുതി വെച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടത്. കാരണം എന്താ പറയുക, റിസൾട്ട് വരെ കിട്ടാൻ വളരെ ഈസിയാണ്. പക്ഷെ അത് പാസ്സാണോ ഫെയിൽ ആണോ എന്ന് അറിയണ്ടേ? അതറിയണം എന്നുണ്ടെങ്കിൽ NIOS എന്ന് പറയുന്ന ബോർഡ് എങ്ങനെയാണ് നിങ്ങളുടെ NIOS പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ഇവാലുവേഷൻ നടത്തുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ മാർക്കുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിയണം. സോ നമുക്ക് അതിലോട്ട് പോവാം.
അപ്പോ NIOSൽ രണ്ട് കാറ്റഗറിയിലാണ് അസസ്മെന്റ് വരുന്നത്. ഒന്ന് ഫോർമാറ്റീവ് അസസ്മെന്റും, രണ്ട് സമ്മേറ്റീവ് അസസ്മെന്റും. ഫോർമാറ്റീവ് അസസ്മെന്റ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ് കാണുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫോർമാറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത, നിങ്ങൾ പോയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു PCP ക്ലാസ്, പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം, 5 ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. സോ ആ പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം 5 ക്ലാസ്സുകൾ വീതം അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് ഫോർമാറ്റീവ് അസസ്മെന്റ് മാർക്ക് കയറും. ഓക്കെ, അത് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് സമ്മേറ്റീവ് അസസ്മെന്റ് എന്താ നോക്കണം. സോ ഫോർമാറ്റീവ് അസസ്മെന്റ് മനസ്സിലായി, PCP ആദ്യത്തെ 5 ക്ലാസ് PCP അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർമാറ്റീവിന്റെ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇനി സമ്മേറ്റീവ് അസസ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, സമ്മേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പബ്ലിക് എക്സാമിന് വേണ്ടി, നമ്മുടെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ പോയിട്ട് നിങ്ങൾ എഴുതിയ ആ 2.5 മണിക്കൂറിന്റെ എക്സാമിനേഷൻ, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ, അതിന്റെ മാർക്കാണ് നമുക്ക് സമ്മേറ്റീവ് അസസ്മെന്റ് ആയിട്ട് വരുന്നത്. സോ ഈ ഫോർമാറ്റീവ് അസസ്മെന്റും ഈ സമ്മേറ്റീവ് അസസ്മെന്റും കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ മാർക്ക് വരുന്നത്. ഇപ്പൊ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടാവും, സമ്മേറ്റീവ് അസസ്മെന്റ് മാത്രമാണ് എന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഫോർമാറ്റീവ് അസസ്മെന്റും സമ്മേറ്റീവ് അസസ്മെന്റും കൂട്ടിച്ചേർത്തിട്ടുള്ള ഫൈനൽ മാർക്കാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ മാർക്കായിട്ട് വരുന്നത്. ഓക്കെ, സോ സമ്മേറ്റീവിന്റെ മാർക്ക് മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുള്ളൂ. ആ മാർക്ക് നിങ്ങളുടെ ഒരു പകുതി മാർക്ക് മാത്രമാണ് പ്രാക്ടിക്കലിന്റെ. അതിന്റെ ബാക്കി പകുതി മാർക്ക് നിങ്ങൾക്ക് ഫോർമാറ്റീവ് അസസ്മെന്റിലാണ് വരിക. സോ എങ്ങനെയാണ് മാർക്കുകൾ അവർ തരംതിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കാം. ഫോർമാറ്റീവ് അസസ്മെന്റ് 5 PCP ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കാണ് ഫോർമാറ്റീവ് അസസ്മെന്റ് മാർക്കുകൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു PCP അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം, PCP അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഈ ഫോർമാറ്റീവ് അസസ്മെന്റ് മാർക്ക് പോകും. ഓക്കെ, സമ്മേറ്റീവ് അസസ്മെന്റ് മാത്രം വെച്ച് നിങ്ങളുടെ ഫൈനൽ തിയറി എക്സാമിനേഷൻ അസൈൻമെന്റ് മാർക്കും വെച്ചിട്ടാണ് നമുക്ക് എക്സാമിന് റിസൾട്ട് വരിക. സോ ഫോർമാറ്റീവ് കിട്ടിയിട്ടില്ലെങ്കിലും പാസ്സാകാൻ പറ്റും, എന്നാൽ കിട്ടിക്കഴിഞ്ഞാൽ ആ മാർക്ക് നമുക്ക് പകുതി മാർക്ക് നമുക്ക് എളുപ്പത്തിൽ കിട്ടാനും സാധിക്കും. അതുപോലെ തന്നെ PCP നടത്താത്ത ഒരുപാട് സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സ്റ്റഡി സെന്ററുകൾ. സോ ആ സ്റ്റഡി സെന്ററുകളിൽ ഈ ഫോർമാറ്റീവ് അസസ്മെന്റ് മാർക്ക് അവർ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇട്ട് തരികയാണ്, നിങ്ങളുടെ മാർക്ക് അല്ല ആഡ് ചെയ്ത് തരികയാണ് ചെയ്യുക. സോ ഫോർമാറ്റീവ് അസസ്മെന്റ് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റെഗുലർ പാർട്ടിസിപ്പേഷൻ ഇൻ 5 PCP ക്ലാസ്. സ്റ്റഡി സെന്റർ നടത്തിയ 5 പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം ക്ലാസിന്റെ 5 ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് 1.5 മാർക്ക് ലഭിക്കും. 1.5 മാർക്ക് ലഭിക്കുന്ന ഏതൊക്കെ വിഷയങ്ങൾക്ക്? 10ാം ക്ലാസ് SSLC, 10ാം ക്ലാസ് മാത്സ്, 10ാം ക്ലാസ് സയൻസ് ആൻഡ് ടെക്നോളജി, 10ാം ക്ലാസ് ഹോം സയൻസ്. ഈ വിഷയങ്ങളുടെ 5 PCP ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് 1.5 മാർക്ക് ലഭിക്കും. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ ക്രൈറ്റീരിയ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഇൻ 5 PCP. ഈ 5 PCP ക്ലാസ്സിലും നിങ്ങൾ പെർഫോം ചെയ്ത ആക്ടിവിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ ഈ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് 1.5 മാർക്ക് വീണ്ടും ലഭിക്കും. ഓക്കെ, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ റെക്കോർഡ് മെയിൻറ്റെയിൻഡ് ഇൻ 5 PCP. ഈ 5 PCP ക്ലാസ്സിലും നിങ്ങൾ കൊണ്ടുപോയ പ്രാക്ടിക്കൽ റെക്കോർഡ്, നിങ്ങളുടെ റെക്കോർഡിന് നിങ്ങൾക്ക് 1.5 മാർക്ക് ലഭിക്കും. ഓക്കെ, ദെൻ നമ്മുടെ യൂസ് ഓഫ് പ്രാക്ടിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഓർ എക്യുപ്മെന്റ്സ്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ലാബിൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്ന നിങ്ങൾ ഉപയോഗിച്ച ആ ഇൻസ്ട്രുമെന്റ്സ്, നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്നില്ല, എക്യുപ്മെന്റ്സും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് 1.5 മാർക്ക് ലഭിക്കും. ദെൻ പാർട്ടിസിപ്പേഷൻ വിത്ത് പിയർ ഗ്രൂപ്പ് ആൻഡ് ട്യൂട്ടർ. ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ്. നമ്മൾ പരീക്ഷ ഹാളിലോട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പോകുമ്പോൾ അവിടെയുള്ള അധ്യാപകരേറ്റും എക്സാമിനേറ്റൊക്കെ നല്ല രീതിയിൽ നമ്മൾ നിൽക്കണം, നല്ലൊരു വിദ്യാർത്ഥിയായിട്ട് ഡിസിപ്ലിനോട് കൂടി നിൽക്കണം. കാരണം എന്താ പറയുക, അന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇവിടെ കണ്ടോ 1.5 മാർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റാ, 1.5 മാർക്ക്. ഇവിടെ പാർട്ടിസിപ്പേഷൻ വിത്ത് പിയർ ഗ്രൂപ്പ് ആൻഡ് ട്യൂട്ടർ. നിങ്ങളെ തരംതിരിച്ച ഗ്രൂപ്പിലുള്ള നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വിലയിരുത്തും. അതുപോലെ തന്നെ നിങ്ങൾ അധ്യാപകൻ പറയുന്ന, ആ എക്സാമിനർ പറയുന്ന, ആ ട്യൂട്ടർ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്ത് റെസ്പോൺസ് ചെയ്തത് എന്നുള്ളതൊക്കെ 1.5 മാർക്കായിട്ട് നമുക്ക് ലഭിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ SSLC, മാത്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഹോം സയൻസ് ഒക്കെ പോലുള്ള വിഷയങ്ങൾക്ക് ഫോർമാറ്റീവ് അസസ്മെന്റ് വരിക. ഈ 1.5 കൂട്ടിയിട്ട് മൊത്തം 7.5 മാർക്കാണ്. കണ്ടോ, 7.5 മാർക്കാണ് നമുക്ക് എന്ത് വരുന്നത്, ഫോർമാറ്റീവ് അസസ്മെന്റ് വരുന്നത്. ഇനി നമുക്ക് സമ്മേറ്റീവ് അസസ്മെന്റ് നോക്കാം. ഈ ഫോർമാറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് PCP ക്ലാസ് ആണ്. എന്നാൽ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ്. പ്രാക്ടിക്കൽ എക്സാമിനേഷന് അസസ്മെന്റ് ഓഫ് ആക്ടിവിറ്റി പെർഫോംഡ്. 3 ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും 2 ആക്ടിവിറ്റി ചെയ്താൽ മതി. ആ 2 ആക്ടിവിറ്റിക്കാണ് മാർക്ക് വരുന്നത്. ആ 3 ആക്ടിവിറ്റി നിങ്ങൾക്ക് തന്നതിൽ ഏതെങ്കിലും 2 ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആക്ടിവിറ്റിക്ക് 2.5 മാർക്ക് വീതം, 2 ആക്ടിവിറ്റിക്ക് 2 × 2.5 5 മാർക്കാണ് നമ്മുടെ ആക്ടിവിറ്റി ചെയ്തതിന് നമുക്ക് തരുന്നത്. അതിന്റെ കൂടെ അവർ നമ്മളോട് വൈവ ചോദിച്ചിട്ടുണ്ടാവും. വൈവ അതായത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, ആ ചെയ്ത ആക്ടിവിറ്റിയിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാവുന്ന പോലെ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും കിട്ടും നിങ്ങൾക്ക് 2.5 മാർക്ക്. സോ ഈ 5 മാർക്കും ഈ 2.5 മാർക്കും കൂട്ടിയിട്ട് 7 മാർക്കാണ് നിങ്ങൾക്ക് സമ്മേറ്റീവ് അസസ്മെന്റ് വരിക. കണ്ടോ, ഇവിടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന് പോകുമ്പോൾ നമ്മുടെ എക്സാമിനേഷന് നമ്മൾ എഴുതിയ 2 ആക്ടിവിറ്റിക്ക് 2.5 മാർക്ക് ഇത് 5 മാർക്കും, നമ്മൾക്ക് നമ്മുടെ വൈവക്ക് എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത്, 2.5 മാർക്കും. അങ്ങനെയാണ് 7 മാർക്ക് കിട്ടുക. അപ്പൊ ഫോർമാറ്റീവ് അസസ്മെന്റിന് പകുതി മാർക്ക് 7യും സമ്മേറ്റീവ് അസസ്മെന്റ് പകുതി മാർക്ക് 7, അങ്ങനെ മൊത്തം 15 മാർക്കാണ് നമ്മുടെ ഫൈനൽ പ്രാക്ടിക്കൽ
പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരിക. ഏതൊക്കെ സബ്ജക്ട്സിന്? മാത്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഹോം സയൻസ് പോലുള്ള സബ്ജക്ട്സുകൾക്ക്. എന്നാൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ് ആയതുകൊണ്ട്, ഇതൊക്കെ 10ാം ക്ലാസ്സിന്റെ സബ്ജക്ട്സ് ആയതുകൊണ്ട് ഇത് ജയിച്ചാലേ ഇനി തിയറിയും ജയിക്കുള്ളൂ. ഇത് തോറ്റു കഴിഞ്ഞാൽ തിയറി തോറ്റു. ഓക്കെ, സോ ഈ തിയറിയുടെയും ഈ പ്രാക്ടിക്കലിന്റെയും മാർക്ക് രണ്ടും മേർജ് ചെയ്തിട്ടാണ് നമുക്ക് മിനിമം മാർക്ക് വേണ്ടത്. സോ നമുക്ക് ഇതിൽ മാർക്ക് കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമില്ല, തിയറിയിൽ കൂട്ടിയെടുത്താൽ മതി. ഓക്കെ, ആ മിനിമം മാർക്ക് തിയറിയും കൂടെ നമുക്ക് വരികയാണെങ്കിൽ നോ പ്രോബ്ലം. അതല്ല ഈ ഫോർമാറ്റീവ് സമ്മേറ്റീവ് അസസ്മെന്റ് ഫുൾ മാർക്ക് നമുക്ക് പ്രാക്ടിക്കലിൽ കിട്ടുകയാണെങ്കിൽ അത്രയും കുറഞ്ഞ മാർക്ക് നമുക്ക് തിയറിയിൽ എടുത്താൽ മതി. 10ാം ക്ലാസ്സിന്റെ കേസിലാണ് പറയുന്നത്, നോട്ട് ഇൻ ദ കേസ് ഓഫ് +2. കാരണം +2 പ്രാക്ടിക്കൽ മാർക്ക് വേറെയും തിയറി മാർക്ക് വേറെയും തന്നെയാണ് പരിഗണിക്കുന്നത്. രണ്ടിനും മിനിമം മാർക്ക് വേണം പാസ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ 10ാം ക്ലാസ് അങ്ങനെയല്ല, രണ്ടും കൂട്ടി ചേർത്തിട്ടാണ് പരീക്ഷയ്ക്ക് പാസ് മാർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിൽ കുറഞ്ഞാലും കുഴപ്പമില്ല, അടുത്തതിൽ കൂടുതൽ എടുത്താൽ മതി. കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നമ്മുടെ +2 അസസ്മെന്റ് മാർക്ക് എങ്ങനെയാണ് വരിക. സോ ഫോർമാറ്റീവ് അസസ്മെന്റ് 5 PCP നമ്മുടെ +2 കാര്യം പറയാണ് എന്നുണ്ടെങ്കിൽ 5 അസസ്മെന്റ് PCP നമുക്ക് ഫോർമാറ്റീവ് അസസ്മെന്റിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജോഗ്രഫി, ഹോം സയൻസ് പോലുള്ള സബ്ജക്ട്സിന് ഫോർമാറ്റീവിൽ നമ്മുടെ പാർട്ടിസിപ്പേഷൻ നമുക്ക് കിട്ടുന്നു 2 മാർക്ക്. അവിടെ 1.5 മാർക്ക് 10ാം ക്ലാസ്സിൽ, എന്നാൽ +2 2 മാർക്കാണ്. അതേപോലെ ആക്ടിവിറ്റീസ് പെർഫോമിന് കിട്ടുന്നു 2 മാർക്ക്. പ്രാക്ടിക്കൽ റെക്കോർഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് കിട്ടും. അതുപോലെ പ്രാക്ടിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് ലഭിക്കും. അതുപോലെ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വിത്ത് പിയർ ഗ്രൂപ്പ് ആൻഡ് ട്യൂട്ടർ 2 മാർക്ക്. അങ്ങനെ മൊത്തം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജോഗ്രഫി, ഹോം സയൻസ് പോലുള്ള സബ്ജക്ട്സ് +2 10 മാർക്കാണ് ഫോർമാറ്റീവ് അസസ്മെന്റ് നിങ്ങൾക്ക് കിട്ടുക. കണ്ടോ, 10 മാർക്ക്. ഇനി നമ്മുടെ അസസ്മെന്റ് ആക്ടിവിറ്റി, അതായത് അസൈൻമെന്റ് ഏതെങ്കിലും 2 ആക്ടിവിറ്റീസ്, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തന്ന 3 ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും 2 ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 3.5 മാർക്ക്, അവിടെ 2.5 മാർക്കാണ്. ഇവിടെ 3.5 മാർക്കാണ് ഒരു ആക്ടിവിറ്റിക്ക്. അങ്ങനെ 2 ആക്ടിവിറ്റിക്ക് 3.5 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടും. 7 മാർക്ക്. അതിന്റെ കൂടെ വൈവ വോയിസിന്, അതായത് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 മാർക്ക് കിട്ടും. 7+3 10 മാർക്ക്. സോ +2 ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ജോഗ്രഫിയും ഹോം സയൻസും പോലുള്ള സബ്ജക്ട്സിന് ഫോർമാറ്റീവ് അസസ്മെന്റിന് 10 മാർക്കും സമ്മേറ്റീവ് അസസ്മെന്റിന് 10 മാർക്കും ഉണ്ടാവുക. സോ 10+10 20 മാർക്കാണ് ടോട്ടൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവുക. ഈ 20 മാർക്കിൽ നമുക്ക് പാസ്സാവാൻ 7 മാർക്ക് മതി. അതായത് ഫോർമാറ്റീവ് അസസ്മെന്റും സമ്മേറ്റീവ് അസസ്മെന്റും കൂട്ടിച്ചേർത്തിട്ടുള്ള 20 മാർക്കാണ് നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജോഗ്രഫി, ഹോം സയൻസ് വേണ്ടത്. അതിൽ മിനിമം നിങ്ങൾ 7 മാർക്ക്, ഒന്നെങ്കിൽ ഇവിടെയുള്ള 7 മാർക്കും ഇവിടെയുള്ള 10 മാർക്കും താഴെയുള്ള 10 മാർക്ക്, ഫോർമാറ്റീവ് ആയിട്ടുള്ള 10ഉം സമ്മേറ്റീവ് ആയിട്ടുള്ള 10ഉം രണ്ടും കൂട്ടിച്ചേർത്തുള്ള 20ൽ നിങ്ങൾ 7 എടുത്താൽ മതി. രണ്ടിലും പാടായിട്ട് നിങ്ങൾക്ക് 7 എടുത്താൽ മതി. അപ്പൊ നിങ്ങളുടെ റിസൾട്ട് ഇനി നോക്കൂ. ഇനി നിങ്ങളുടെ റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജോഗ്രഫി, ഹോം സയൻസിന്റെ സമ്മേറ്റീവിന്റെ മാർക്കാണ് നിങ്ങൾ നോക്കണമെങ്കിൽ അത് 10ലോട്ടാണ് മക്കളെ മാർക്ക് വരുന്നത്. 10ൽ 9 കിട്ടിയിട്ടുണ്ടാവും, 8 കിട്ടിയിട്ടുണ്ടാവും. 10ൽ 9 എന്നൊക്കെ പറഞ്ഞാൽ നല്ല മാർക്കാ. ഇപ്പൊ പേടി മാറിയില്ലേ? റിസൾട്ട് നോക്കിയപ്പോ അയ്യോ എനിക്ക് 9 മാർക്കുള്ളൂ, സാറ് പറഞ്ഞു പ്രാക്ടിക്കലിന് 20 മാർക്ക് ഉണ്ട്, അപ്പൊ എന്റെ ബാക്കി 11 മാർക്ക് എവിടെ പോയി? അപ്പോ ഈ 9 മാർക്കാണ് ഇപ്പൊ വന്നിട്ടുള്ളത് എങ്കിൽ ബാക്കി നമുക്കൊരു 10 മാർക്കും കൂടി വരാനുണ്ട്. എവിടുന്ന്? ഫോർമാറ്റീവ് അസസ്മെന്റ്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കൂല, അത് നമ്മുടെ റിസൾട്ട് വരുമ്പോൾ നമ്മുടെ റിസൾട്ടിന്റെ കൂടെയാണ് വരിക എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ 9 മാർക്കൊക്കെ കിട്ടിയ 10ൽ 9 ഒന്നും ഒരു വലിയ കുറവല്ല, നല്ല മാർക്ക് തന്നെ, ഹൈ സ്കോർ തന്നെയാണ്. ഡോണ്ട് വെറി. ഓക്കെ, ഇപ്പൊ ടെൻഷൻ മാറിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം നമ്മുടെ +2 കമ്പ്യൂട്ടർ സയൻസിന്റെ ഒക്കെ മാർക്ക് എങ്ങനെ വരുന്നത് നോക്കാം. +2 കമ്പ്യൂട്ടർ സയൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർമാറ്റീവ് അസസ്മെന്റ് 5 മാർക്ക്, 10, 2.5 മൊത്തം 20 മാർക്കാണ് ഫോർമാറ്റീവ് അസസ്മെന്റ്. കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുത്ത കുട്ടികൾ കുറവായിരിക്കും. സോ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തുതരാം. നിങ്ങളുടെ ഫോർമാറ്റീവ് അസസ്മെന്റിന് 20 മാർക്കും നിങ്ങളുടെ സമ്മേറ്റീവ് അസസ്മെന്റിന് 20 മാർക്ക്, അതായത് 3 ആക്ടിവിറ്റി 2 ആക്ടിവിറ്റി ചെയ്താൽ 15 മാർക്കും അതേപോലെ വൈവക്ക് 5 മാർക്കും, അങ്ങനെ മൊത്തം 20 മാർക്ക്. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിന്റെ പ്രാക്ടിക്കൽ പരീക്ഷ മൊത്തം നമുക്ക് വരുന്ന 40 മാർക്കാണ്. 40ൽ 20 ഫോർമാറ്റീവ് അസസ്മെന്റും 20 സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്. അങ്ങനെയാണ് ടോട്ടൽ 40 വരുന്നത്. ഓക്കെ, ആ 40 മാർക്കിൽ നിങ്ങൾ 13 മാർക്ക് എടുത്താൽ മതി. വെറും 13 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ പാസ്സാണ്. അപ്പൊ നിങ്ങൾക്ക് 20ലാണ് നിങ്ങളുടെ റിസൾട്ട് സമ്മേറ്റീവ് അസസ്മെന്റ് നോക്കുമ്പോൾ 20ൽ നിങ്ങൾക്ക് ഒരു 10, 11, 12, 13 കിട്ടിയിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് 20ൽ 19 കിട്ടിയിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ്, 17 കിട്ടിയാലും ബെസ്റ്റ്, 18 കിട്ടിയാലും ബെസ്റ്റ്. കാരണം എന്താ? അതിലൂടെ ഒരു 20 മാർക്ക് ഇവിടെ ആഡ് ആവും. കണ്ടോ? അപ്പൊ മിനിമം 13 മാർക്ക് ഫോർമാറ്റീവ് സമ്മേറ്റീവും കൂട്ടിച്ചേർത്തിട്ട് മതി കമ്പ്യൂട്ടർ സയൻസ്. സോ കമ്പ്യൂട്ടർ സയൻസിന്റെ മാർക്ക് നോക്കുന്ന കുട്ടികൾ സമ്മേറ്റീവ് അസസ്മെന്റ് മാർക്ക് മാത്രം നോക്കുമ്പോൾ 17, 18 ഒക്കെ ആയിരിക്കും മാർക്ക് എടുപ്പുണ്ടാകുക. 20ആണ് അതിന്റെ മാക്സിമം മാർക്ക് എന്നുള്ള കാര്യം മറക്കണ്ട. ഇനി ഇത് കൂടാതെ ചില സബ്ജക്ട്സ് +2 പെയിന്റിംഗ് ഒക്കെ എടുത്ത കുട്ടികൾക്ക് ഫോർമാറ്റീവ് 35ഉം സമ്മേറ്റീവ് 35ഉം ആണ്. മൊത്തം 70 മാർക്കാണ് നമ്മുടെ പെയിന്റിങ്ങിന്റെ പ്രാക്ടിക്കൽ മാർക്ക് വരുന്നത്. അതിൽ നമുക്ക് പാസ് മാർക്ക് 23 മാർക്ക് മതി. സോ പെയിന്റിങ്ങിന്റെ മാർക്കൊക്കെ 23ന്റെ മുകളിൽ ഉണ്ടോ സമ്മേറ്റീവ് നോക്കുക, അല്ലെങ്കിൽ ഫോർമാറ്റീവ് സമ്മേറ്റീവ് കൂട്ടിയിട്ട് 23 കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് 35ൽ ഒരു 30
28 27 കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല മാർക്കാണ്. ഓക്കെ, ഇനി +2 ഡാറ്റ എൻട്രി ഒക്കെ നോക്കുകയാണെങ്കിൽ +2 ഡാറ്റ എൻട്രിയിൽ നമുക്ക് 30 മാർക്ക് തിയറി, 30 മാർക്ക് ഫോർമേറ്റീവും 30 മാർക്ക് സമ്മേറ്റീവുമാണ്. സോ 30 + 30 60 മാർക്ക്. 10ാം ക്ലാസ് ആണെങ്കിലും ഡാറ്റ എൻട്രിക്ക് 60 മാർക്ക്, +2 ഡാറ്റ എൻട്രിക്ക് 60 മാർക്ക്, 30 ഫോർമേറ്റീവ് 30 സമ്മേറ്റീവ്. ഈ 30 സമ്മേറ്റീവും 30 ഫോർമേറ്റീവും കൂട്ടി 60ൽ നിങ്ങൾ 20 മാർക്ക് നേടിയാൽ മതി, നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. വെറും 20 മാർക്ക് നിങ്ങൾ നേടിയാൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. അപ്പോൾ 30ൽ ഒരു 25 26 27 കിട്ടിയതൊക്കെ ബെസ്റ്റ് മാർക്ക്. കാരണം സമ്മേറ്റീവിന്റെ മാത്രം മാർക്കാണ് നമ്മൾ വ്യൂ അസസ്മെന്റിൽ കാണാൻ സാധിക്കുന്നത്. അതിന്റെ കൂടെ അത്രയും മാർക്ക് നമുക്ക് ഫോർമാറ്റീവിൽ ആഡ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് നമ്മുടെ അസസ്മെന്റ് എങ്ങനെ നോക്കുക, റിസൾട്ട് നോക്കുമ്പോൾ സമ്മേറ്റീവിന്റെ മാർക്ക് കാണുമ്പോൾ ഒരുപാട് കുട്ടികൾ ഇനി ചോദിക്കാൻ പോകുന്ന സംശയമാണ്, എങ്ങനെ സാർ ഈ മാർക്കൊക്കെ വരും, വെറുതെ ഇത്രയും നല്ല അടിപൊളിയായിട്ട് ഞാൻ പരീക്ഷ എഴുതിയിട്ട് ഞാൻ തോറ്റു പോയില്ലേ? അതല്ലേ, അത് നിങ്ങൾ തീരുമാനിക്കേണ്ട. കാരണം നിങ്ങൾ തോറ്റു പോയിട്ടില്ല എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം നമ്മുടെ പരീക്ഷ തിയറി അടുക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ വരുമ്പോൾ ഇതൊക്കെ കണ്ടിട്ടുള്ള കോൺഫിഡൻസ് പോകാൻ പാടില്ല. അതിനാണ് ഇന്നത്തെ വീഡിയോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒന്നും നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടൂല. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ കൊടുത്തത്. കാരണം NIOSന്റെ എല്ലാ അപ്ഡേറ്റ്സും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എപ്പോഴും നിങ്ങളോട് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. സോ ഇതുപോലെ നമ്മുടെ എല്ലാ ഇൻഫർമേഷൻസും, പരീക്ഷയുടെ ഡേറ്റ്സ്, പരീക്ഷ നടക്കുന്ന കാര്യങ്ങൾ, അതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അതുപോലെ റിസൾട്ട് വരുമ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകൾക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാ ഫ്രണ്ട്സുകൾക്കും നമ്മുടെ ചാനലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.